ഹലോ ഗായ്സ്, ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. എവിടേക്കാണെന്ന് ചോദിച്ചാൽ ആഴിമല ശിവക്ഷേത്രത്തിലേക്ക്. ഞാൻ അതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ഉള്ളിലുള്ള ദൃശ്യങ്ങൾ നമുക്കൊന്ന് വിശാലമായിട്ട് കണ്ടാലോ? ഈ കാണുന്നതാണ് അമ്പലത്തിൻ്റെ പുറം ഭാഗം. ആ ശില്പത്തിൻ്റെ പിന്നിലായി പരന്നു കിടക്കുന്നു ആകാശത്തിന് പോലും ഉണ്ടാവും കഥ പറയാൻ വേണ്ടിയിട്ട്. എന്ത് മനോഹാരിതയാണെന്ന് നോക്കിക്കേ. ശരീരത്തിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകുന്ന നല്ല ശാന്തമായ അന്തരീക്ഷം. തീർത്ഥയാത്രയും ഉല്ലാസയാത്രയും ഒരുപോലെ സംഗമിക്കുന്നു. ആയിരത്തിരമാലകൾ അണമാലകൾ പുണ്യഭൂമി ആഴിമല ശിവക്ഷേത്രം. എനിക്കിപ്പോഴാണ് ഈ പുണ്യഭൂമി നേരിട്ട് വന്ന് സന്ദർശിക്കാനുള്ള ആ ഒരു അനുഗ്രഹം ഉണ്ടായത്. അതുപോലെ അത് കാണാനും അത് ആസ്വദിക്കാനും നേരിട്ട് പറ്റാത്ത ഒരുപാട് ആളുകളുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പരമേശ്വരൻ്റെ അനുഗ്രഹം കിട്ടി ദേവദത്തൻ എന്ന 23 വയസ്സുകാരൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും 6 വർഷത്തിലുപരി അദ്ദേഹം തുനിഞ്ഞിറങ്ങിയപ്പോൾ, അതിന് കൂട്ടായി പ്രകൃതിയും കൂടെ നിന്നപ്പോൾ അദ്ദേഹം ലോകത്തിന് സമ്മാനിച്ച കേരളത്തിലെ ഏറ്റവും വലിയ ശിവൻ്റെ ശില്പം. അതാണ് ആഴിമലയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ശിവൻ്റെ ശില്പം. 58 അടി ഉയരത്തിലുള്ള ഭഗവാന്റെ ഈ ശില്പത്തിൻ്റെ ഓരോ ഭാഗങ്ങളും, മൈന്യൂട്ടായിട്ടുള്ള ഓരോ ഭാഗങ്ങളും അതിലധികം ഫിനിഷിങ്ങോട് കൂടിയിട്ട് തന്നെയാണ് അദ്ദേഹം ഇത് പണിഞ്ഞിരിക്കുന്നത്. അതിവിശാലമായ കടലും പച്ചപ്പരവതാനി വിരിച്ചതുപോലെയുള്ള പ്രകൃതിയും അതിൻ്റെ കൂടെ ഈ അമ്പലത്തിൻ്റെ ചുറ്റുപാടും, അതിലെല്ലാം ഉപരിയായി ആകാശമൊട്ട് നല്ല ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ ഉള്ളത്. അതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ ഓരോരുത്തർക്കും അതിൻ്റേതായ മാറ്റം ഇവിടെ വന്നു പോകുമ്പോൾ തന്നെ ഫീൽ ചെയ്യുക. ഈ ശില്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഭഗവാന്റെ ഗംഗാധര രൂപമാണ് എന്നുള്ളതാണ്. പ്രകൃതിയോട് ഏറ്റവും അടുത്തിണങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ദേവദത്തൻ എന്ന മാന്ത്രികൻ ആ ഭഗവാന്റെ ഗംഗാധര രൂപത്തിനെയാണ് നമുക്കായിട്ട് കാഴ്ചവെച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന് പുറത്ത് അതിവിശാലമായൊരു കാർ പാർക്കിംഗ് സൗകര്യം തന്നെയുണ്ട്. അവിടുന്ന് തന്നെ താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പുകളുണ്ട്. നമ്മൾ അതുവഴിയാണ് താഴേക്ക് ഇറങ്ങി കടലിൻ്റെ തീരത്തേക്ക് പോകുന്നത്. അതുവഴി നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ആ കടലിൻ്റെ വിശാലമായി പരന്നു കിടക്കുന്ന കടലിൻ്റെ മനോഹാരിത കാണാനും, തിരമാലകൾ വന്ന് ആ പാറക്കെട്ടുകളിൽ വന്ന് അടിച്ചിട്ട് തിരിച്ചു പോകുന്ന ആ ഒരു മനോഹരമായ കാഴ്ച കാണാനും ഒക്കെ നമുക്ക് പറ്റും. അത്ര മനോഹരമായിട്ടുള്ള രീതിയിലാണ് ആ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നതും ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചർ. നമ്മുടെ മനസ്സിനെ എത്രത്തോളം ശാന്തമാക്കാമോ അത്രത്തോളം ശാന്തമാക്കാനുള്ള ഒരു അത്ഭുത സിദ്ധി ഈ അന്തരീക്ഷത്തിനുണ്ടെന്ന് എന്തായാലും പറയാതിരിക്കാൻ വയ്യ. ഇതാ ഈ കാണുന്ന ഗ്രില്ല് തുറന്നാൽ അതുവഴിയായിരുന്നു നമുക്ക് താഴെ കടലിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടിയിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയില്ല. എന്താണെന്ന് ചോദിച്ചാൽ അവർ ഇതുവഴി ആരെയും ഇപ്പോൾ കടത്തി വിടുന്നില്ല. ചെറുകിട കച്ചവടക്കാരൊക്കെ ഇവിടെ ഒരുപാടുണ്ടായിരുന്നു. അവരുടെ എല്ലാം ഷോപ്പുകളെല്ലാം അടച്ചിട്ടേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കടൽ കയറിയത് കാരണമാണ് നമുക്ക് താഴേക്ക് ഇറങ്ങി ആ കടലിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റാത്തത്. എന്നെപ്പോലെ ഈ അത്ഭുത സൃഷ്ടി കാണാൻ വൈകിയവരും ഇതുവരെ കണ്ടിട്ടില്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ഭഗവാൻ ശിവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.